ഇന്ന് പറയുന്ന വിഷയം, തുടക്കത്തിൽ ആ പറയുന്ന വിഷയം എന്താണെന്ന് കേട്ടിട്ട് ആരും പരിഭ്രമിക്കണ്ട. ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ കാര്യവുമാണ്. മഹാദിവ്യ ദൃഷ്ടി സംയോഗം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മഹാദിവ്യ ദൃഷ്ടി സംയോഗം, അതിൻ്റെ ചെറിയൊരു അംശം കഴിവ് നമ്മളിലൊക്കെ ഉണ്ട്. ഈ വലിയ വലിയ ആളുകൾക്ക് മാത്രമേ കഴിവുള്ളൂ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവിടെ ഒരു മഹാദിവ്യ ദൃഷ്ടി സംയോഗം നടക്കുന്നുണ്ട്. ചെരുപ്പ് കുത്തി ചെരുപ്പ് നേരെയാക്കി. അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ ഒരു പ്രശ്നം, ചെരുപ്പ് വീണ്ടും ബാറ് പൊട്ടുമോ. അപ്പൊ ചെരുപ്പുത്തിയെ ഇയാളൊന്ന് നോക്കി, ചെരുപ്പ് നേരെയാക്കുന്ന ആൾ ഇയാളിൽ നോക്കി, കൃഷ്ണമണികൾ അടഞ്ഞു. മഹാദിവ്യ ദൃഷ്ടി സംയോഗം. ആ ചെരുപ്പത്തി ഇങ്ങോട്ട് തരുകൊണ്ട് ആ ചെരുപ്പോട് വാങ്ങിയിട്ടൊരു മുള്ളാണിയും കൂടി എടുത്ത് ഒന്നും കൂടെ അടിച്ചു. തൃപ്തിയായി. ചായക്ക് ചൂടുണ്ടോ എന്ന് കുട്ടി. ഇപ്പൊ ജോലിക്കാരൻ തിരക്കിലാണ്. അപ്പൊ കുട്ടി ചായ കുടിക്കാതെ നിൽക്കുകയാണ്. വന്നു വേറെ ഗ്ലാസ് എടുത്തിട്ട് ഈ ചായ ഒന്നങ്ങടെ ആറ്റി. തൃപ്തി. ഇത് മഹാത്മാക്കളും പുണ്യാക്കളുടെയും ദൃഷ്ടി മാത്രം മതി മഹാദൃഷ്ടി സംയോഗത്തിന്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നു. തിരുവനന്തപുരത്താണ്. ഞാൻ അന്ന് തിരുവനന്തപുരത്ത് പ്രോവിഡന്റ് ഫണ്ട് ഓഫീസർ ഉദ്യോഗസ്ഥനാണ്. അവിടുത്തെ ചടങ്ങിൽ VIP ആയിട്ടുള്ള വേറൊരു ആൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു സന്യാസിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ ഒരു സന്യാസി ഈ ഇരിക്കുന്നവരെക്കാളൊക്കെ കേമനോ. ഒരു 4 IAS ഉദ്യോഗസ്ഥന്മാരെങ്കിലും ആ കൂട്ടത്തിലുണ്ട്. അതിലത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ എൻ്റെ വളരെ അടുപ്പുള്ള ആളാണ്, എഴുത്തുകാരനാണ്. എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹം അവതാരികമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ ഇന്ന ആള് വരാൻ പോവുകയാണ്. കോണിപ്പടി കയറിയിട്ട് വേണം വരാൻ. എനിക്ക് ആ സ്ഥലമൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങള് അദ്ദേഹത്തിന്റെ ആരാധകരൊന്നല്ല. ഒരാളോട് പറയാം, നിങ്ങൾ അയാളെ കൊട്ടിക്കൊണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളൊരു പ്രശ്നമല്ല. അതുകൊണ്ട് പരിഭ്രമം ഇന്നാൾ വരുന്നൊന്നും നമുക്കതൊന്നും വേണ്ട. ഈ പറഞ്ഞവർ വളരെ പ്രസിദ്ധരായ സാഹിത്യകാരന്മാരാണ്. എനിക്ക് വരെ അവരുടെ അഭിപ്രായമാണ്. അന്നത്തെ ചെറുപ്പമാണ്, ആ യുവത്വത്തിൻ്റെയും വിവരമില്ലായ്മയുടെയും കാലമാണ്. ഞാനും കേമനാണെന്ന് അന്ന് വിചാരം. അപ്പൊ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഒരാളെ പരിഹരിക്കണം, അദ്ദേഹം വരുന്നു വെച്ചിട്ട് ഞങ്ങൾ വെപ്രാളപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പൊതു സ്ഥലത്ത് സിഗരറ്റ് വരെ വലിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോഴാണല്ലോ സിഗരറ്റ് വലിയൊക്കെ നിർത്തിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അതിൻ്റെ ഗ്യാപ്പിലത്തെ ഒരു 10 സെക്കൻഡിൽ എന്തുണ്ടായി കഴിയില്ല. ഇദ്ദേഹം പടി കയറി വന്നിട്ട് എൻ്റെ തോളത്ത് ഒരു കൈ, മറ്റേ കൈ വേറെ ആൾ തോളത്ത്. ഞാൻ തൊഴുതുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ മറ്റാൾ തൊഴുന്നു. ഇത് പറഞ്ഞവരില്ലേ അവിടെ നിന്നിട്ട് അവരുടെ ബഹുമാനം കണ്ടപ്പോ ഇവരല്ലേ ഇത് പറയുന്നത്. ആ നേത്രങ്ങൾ മറക്കാൻ കഴിയില്ല. മെഡിറ്റേഷനുള്ള നേത്രങ്ങൾ. ഇതാണ് മഹാദിവ്യ ദൃഷ്ടി സംയോഗം. വാക്കുകൾക്ക് അതീത. അത് മൗനമാണ്. ഇങ്ങനത്തെ ഗുരുനാഥന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാരാണസി, മധുര, ദ്വാരക, ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. തിരുവണ്ണാമലയിലുണ്ട്. അവരുടെ കണ്ണിൻ്റെ
മൂർച്ച, മൗനം, അവർ വർത്താനം പറയണ്ട. അവർ മന്ത്രദീക്ഷ തരുമ്പോൾ കുറേ വാക്കുകളൊന്നും അവിടെ വേണ്ട. ഒരൊറ്റ നോട്ടം മതി. ഗുരുവിൻ്റെ നോട്ടം മതി ശിക്ഷണിൽ പരിവർത്തനം ഉണ്ടാകാൻ. അതിലൊരു തവണ വാരാണസി പോയിട്ട് ഞാൻ താമസിച്ച് ഈ കാശി എന്നുള്ള നോവൽ എഴുതുമ്പോൾ വാരാണസി നടക്കുമ്പോൾ ഒരു വ്യക്തി, ഏറ്റവും തീക്ഷ്ണമായ കണ്ണുകളുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ആഹാരം പശുവിൻ്റെ ചാണകം തറയിൽ വീഴുന്നതിൻ്റെ മുമ്പേ പാത്രത്തിലെടുക്കണം. ഗോമൂത്രം പിന്നെ തറയിൽ വീഴുന്നതിന് മുമ്പ് അത് കൊടുക്കണം. അത് കലക്കി ഉണക്കും. വാരാണസിയിലെ പല സന്യാസിമാരും ഭക്ഷണമാണ്. അത് ഉണങ്ങി ചാണകം ഭക്ഷിക്കുന്നവരുണ്ട്. ചാണകം ഭക്ഷ്യവസ്തുവാണ്. ഒരു ജീവിയുടെ മലം വേറെ ജീവിക്ക് അന്നവും ഔഷധവുമാണ്. മനുഷ്യമലം നായയുടെ ഭക്ഷണമാണ്. അതിനെ കംപ്ലീറ്റ് ഭൂമിയുടെ അടിയിൽ കൂടെ പോയിട്ട് ഈ നായ എന്നുള്ള ജീവികളോട് ചെയ്തൊരു തെറ്റാണ്. അതൊന്നും വേണ്ട, കക്കൂസുകൾ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ചാണകം ഭക്ഷ്യവസ്തുവാണ്. ഇത് ചാണകമല്ല, ഉണക്കി അത് കത്തിക്കും. അത് ചാരം ഭസ്മമാക്കും. ആ ഭസ്മത്തെ ഭക്ഷ്യവസ്തുവാണ്. തിരുനീര് എന്നാണ് തമിഴിൽ അതിന് പറയുന്നത്. അതിനെ വെള്ളമായിട്ടാണ് കരുതുന്നത് ഭസ്മത്തെ. അത്തരത്തിലുള്ള സന്യാസിമാർ അവരെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെയും സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. അവർ മന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ ശിഷ്യനോട് കുറെ വർത്തമാനമില്ല. അവർ കുറെ ഇങ്ങനെ വർത്തമാനം പറയുക, അങ്ങനെയൊന്നുമില്ല. ഒരു നോട്ടം മതി. ആ നോട്ടത്തിൽ ഈ വ്യക്തി ജന്മാന്തരമായിട്ടുള്ള പാപപുണ്യങ്ങൾക്കൊക്കെ മതി. പാപപുണ്യങ്ങൾക്ക് അതീതമായൊരവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരും. ഹിമാലയത്തിൽ ഗുരുക്കന്മാരുണ്ട്. നമ്മളധികം പോവുക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലല്ലേ പോവുക. കേരളം വിട്ടൊരു യാത്ര പോകുമ്പോൾ, ഞാൻ കേരളം വിട്ടൊരു യാത്ര പോയിട്ട് ഒരു രാജ്യത്ത് പോയപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ള റൂമിൽ നിന്ന് ഇഷ്ടംപോലെ ആഹാരം കഴിക്കും. പിന്നെ ബസ് കയറും. രണ്ടാമത്തെ ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും ബുഫെ. ഇത് ഭക്ഷിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന രാജാവ് ഉണ്ടാക്കിയിട്ടുള്ള കാഴ്ച ബംഗ്ലാവ് കാണാം. ഏത് രാജാവ്? ആ രാജാവ് ഉപയോഗിച്ച ചെരുപ്പ്, ക്യൂല് നിന്നിട്ട് ആ രാജാവിൻ്റെ ചെരുപ്പ് എന്താപ്പോൾ എന്ന് മനസ്സിലാക്കിയത്. ഒരു തവണ ഒരു യാത്രയിൽ പോകുമ്പോൾ എൻ്റെ സമീപത്തിരിക്കുന്നത് 70 കഴിഞ്ഞ ഒരു വൃദ്ധനാണ്. ഭാര്യ മരിച്ചിരിക്കണം. മകള് അമേരിക്കയിലോട്ട് മറ്റ് മകള് എപ്പോഴെങ്കിലൊക്കെ വരികയായിരിക്കും. ആ വൃദ്ധൻ സ്ഥലം കാണാൻ വന്നതാണ്. ഈ ബുഫേ ഒക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പൊ രാജാവിൻ്റെ ചെരുപ്പൊക്കെ കണ്ടു. അങ്ങനെ പോകുമ്പോൾ ബസ് പോകുമ്പോൾ ഒരു ഗൈഡ് വിളിച്ചു പറഞ്ഞു, അവിടുത്തെ മേയർ താമസിക്കുന്ന ഭവനം. ഈ 75-കാരൻ എണീറ്റ് എവിടെ 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 ഏതാണ് മേയറുടെ ഭവനം? ആദ്യം കണ്ടോ? അപ്പോഴേക്കും ബസ് നീങ്ങുകയാണ്. ആദ്യം കണ്ടതോ ഇപ്പം കണ്ടതോ? വല്ലാത്തൊരു സംശയമാണ്. ആ സ്ഥലത്ത് ഇപ്പം കണ്ട് പോന്നു. ഏതോ ലോകത്താണ്. അപ്പൊ ഈ ഇങ്ങനത്തെ പോകുന്ന ടൂറിസ്റ്റുകളുടെ കൂടെ നിൽക്കുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം കിട്ടണം എന്നുള്ളതിനാൽ പലരും ഇങ്ങനെയാവുമ്പോൾ ഒന്ന് വഴി മാറിയിട്ട് അവർ ഒരു കാഴ്ച കാണുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. കാസർഗോഡ് നിന്ന് തൃശ്ശൂർക്ക് ബസ് ഓടിക്കുന്ന വ്യക്തി കാസർഗോഡ് തൃശ്ശൂർ വരെയുള്ള സകല നിരത്തും കാണുന്നുണ്ട്. പക്ഷെ കാസർഗോഡിനും തൃശ്ശൂരിൻ്റെ ഉള്ളോട്ടുള്ളൊരു കാര്യം അവർ കാണുന്നില്ലല്ലോ. ആ വ്യക്തി ഇങ്ങനെ തൃശ്ശൂർക്ക് വരുന്ന സമയത്ത്
കോഴിക്കോട് എത്തുമ്പോൾ ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ആ കടലാസ് കിടക്കുന്നത് ഒരു പഴയ പത്രത്തിൻ്റെ പേജ് അവിടെ വഴിവെക്കലിൽ കീറക്കടലാസായി കിടക്കുന്നത് ഒരാഴ്ചയായിട്ട് കാണുകയാവും. അതൊക്കെ കാണുന്നുണ്ട്. ആ മെയിൻ നേരത്തിൽ നിന്നൊന്നും മാറിയിട്ടുള്ളൊരു കാര്യം അവർക്ക് അറിയില്ല. അപ്പം ടൂറിസ്റ്റുകൾ പലപ്പോഴും ഈ ഒരൊറ്റ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ മഹാദിവ്യദൃഷ്ടി സംയോഗം ഗുഹയിലിരിക്കുന്നവരുണ്ട്. ഇതൊക്കെ എനിക്ക് പലപ്പോഴും എൻ്റെ പുസ്തകത്തിൽ കന്യാകുമാരി മുതൽ ഹിമാലയം എന്ന പുസ്തകത്തിൽ എഴുതാൻ കഴിയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാനൊന്ന് തൽക്കാലം മാറും, സുരക്ഷയായിട്ട് മുറി എടുത്തിട്ട് അവിടുന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ PR നായനെ കാണാനില്ലാന്ന് പലരും പറയാറുണ്ട്. ഭാര്യ ഇടയ്ക്ക് ചീത്താറും ചെയ്യും, എവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ കണ്ടില്ല. ഇത് വിട്ടിട്ട് നമ്മളൊന്ന് വിടുമ്പോൾ ഇന്നും വളരെ സൂക്ഷ്മമായ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട്. തന്ത്രയുടെ അധികാരന്മാർ ഇവിടെയുണ്ട്, ഹിമാലയത്തിലുണ്ട്, തിരുവണ്ണാമലയിൽ തീർച്ചയായിട്ടുമുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുമ്പോഴാണ് അറിയാം. ഇതാണ് മഹാദിവ്യദൃഷ്ടി സംയോഗ. അനവധി ചെയ്താൽ വരുത്തും. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരൊറ്റ ഉദാഹരണമാണ് പറയാറ്. ഒരു ഷിപ്പ് മുഴുവൻ ഇരുമ്പായിട്ട് ഷിപ്പ് സമുദ്രത്തിൽ കൂടെ പോവുക. ആ പോണ ഷിപ്പ് പതിവായിട്ടുള്ള വഴി കൂടെയാണ് ഇപ്പോൾ ഷിപ്പുകൾ പോകുക. എപ്പോഴും ഒരു റൂട്ടുണ്ട്. ഒരു തവണ കപ്പിത്താന് വഴി തെറ്റി ആ റൂട്ടിൽ നിന്ന് മാറി വേറൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അടിയിൽ കാന്തത്തിൻ്റെ പർവ്വതമുണ്ട്. കാന്തത്തിൻ്റെ പർവ്വതം ഈ ഇരുമ്പിനെ മുഴുവൻ ഒരു സെക്കൻഡിൽ വലിച്ചു കൊടുത്തു. അതിൽ താണി നെട്ട് ബോൾട്ട് ഒക്കെ വലിച്ചു കൊടുത്തു. ഷിപ്പ് അങ്ങോട്ട് തകർന്നു. ഗുരു മഹാദിവ്യദൃഷ്ടി സംയോഗത്തിലൂടെ ഒരു നോട്ടം നമ്മളെ നോക്കിയാൽ നമുക്കാകെ പരിവർത്തനം വരും, മാറും. ഈ അനുഭവങ്ങളെക്കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറയാൻ ബാക്കി എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.